എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മുടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 2022 ഫെബ്രുവരി 2-ാം തീയതി നമ്മുടെ പഞ്ചായത്തിലെ 31 വിദ്യാർത്ഥികൾക്കായിട്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 31 വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു നല്ലൊരു കാര്യമാണ്, നമുക്ക് യാതൊരു തെറ്റും അതിൽ പറയാനില്ല. പക്ഷേ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഇത്തരം സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ സർക്കാരിന്റെ ഓൺലൈൻ പോർട്ടലായ CPRC നിന്ന് തന്നെ വാങ്ങണമെന്നാണ് നിബന്ധന. പക്ഷേ നമ്മുടെ പഞ്ചായത്ത് പല കാര്യങ്ങളും ഇത്തരം ഓൺലൈൻ പോർട്ടലിൽ നിന്ന് വാങ്ങുന്നില്ല. പകരം അവർക്ക് സ്വാധീനമുള്ള ചില കടകളിൽ നിന്നാണ് ഈ സാധനം വാങ്ങുന്നത്. ഇനി അങ്ങനെ ഒരു സാധനം വാങ്ങുകയാണെന്നെങ്കിൽ തന്നെ ടെൻഡർ അടിസ്ഥാനത്തിലല്ല ഇവർ വാങ്ങുന്നത്. ഇവർക്ക് ഇഷ്ടമുള്ള കടയിൽ നിന്ന് ഇവർ ടെൻഡർ ഇല്ലാതെ തന്നെ ഇവർ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ഒരു ലാപ്ടോപ്പ് നമുക്ക് വാങ്ങുമ്പോൾ അറിയാം, ഒരു റേറ്റ് ആണെങ്കിൽ 31 ഒരുമിച്ച് വാങ്ങുമ്പോൾ എന്തായാലും ഒരു കമ്മീഷൻ കിട്ടില്ലേ? അത്തരത്തിലൊരു കമ്മീഷൻ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വ്യക്തമായ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഈ ലാപ്ടോപ്പുകൾ വാങ്ങിയേക്കുന്നത് തൃശ്ശൂരിലെ സദേൺ സിസ്റ്റംസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഇവർ വാങ്ങിയേക്കുന്നത്. 2019 ഓഗസ്റ്റ് മാസം മുതൽ ഇത്തരം കാര്യങ്ങൾ പർച്ചേസ് ചെയ്യണത് സർക്കാർ പോർട്ടലിൽ നിന്ന് തന്നെ അവിടുന്ന് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ഇവിടെ അതൊന്നും പാലിക്കാതെയാണ് ഇവർ ടെൻഡർ പോലും വിളിക്കാതെയാണ് ഇത്തരം 31 സിസ്റ്റം ഇവർ പർച്ചേസ് ചെയ്തേക്കുന്നത്. ഇനി ഈ ഇത്തരം പർച്ചേസിൽ ഇവർക്ക് കൃത്യമായ കമ്മീഷൻ ഇവർക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ വ്യക്തമായ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇനി ഇവർ ഇതിൻ്റെ ന്യായീകരണമായി വരും. ഉറപ്പായിട്ട് ഇവർ ഇതിൻ്റെ ഒരു ന്യായീകരണമായിട്ട് വരും. ആ ന്യായീകരണമായി വരുന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ഇതിൻ്റെ കൃത്യമായ തെളിവുകളായിട്ട് നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.